എന്തായാലും അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിച്ചോട്ട് ഇവിടെ നടന്ന് ഭയങ്കര അടിയും ഉപദ്രവവും കൈയൊക്കെ കണ്ട അടിച്ച് വീടൊക്കെ അടിച്ച് പൊട്ടിച്ച് അയൽവാസികളെയൊക്കെ ചീത്ത വിളിച്ച് ഭയങ്കര പ്രശ്നമായി. മക്കളെയൊക്കെ ഉപദ്രവിച്ച് എനിക്ക് എന്നെ അടി വയറ്റി ചവിട്ടി. ഇന്നലെ ഇവിടെ നിന്ന് പോയതാണ്, പോയിട്ട് രാത്രി വന്നതാണ്. ഇപ്പോഴും കുടിച്ചിട്ട് വന്ന് കുട്ടികളെയൊക്കെ ഭയങ്കര ഉപദ്രവവും. അപ്പോഴും ഇതുണ്ടാ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയാണ് അടുത്ത് ആരെടുത്ത് പറയേണ്ടത് വെച്ചാണ്. അപ്പോൾ എൻ്റെ ഉപദ്രവമാണ് ഇനി ലോകം മൊത്തം അറിയണം. എൻ്റെ മരണത്തിന് ഞാൻ പലവട്ടം സഹിച്ച് ക്ഷമിച്ച് കൊടുത്തോളാം. ഈ കൈയുണ്ടങ്ങൾ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഉപദ്രവിക്കുമോ? ഈ കഥവൊക്കെ ചെയ്ത വേലയാണോ ഇത്? തലയിരുന്നുണ്ട ഇവിടെ പിടിച്ച് തറയിലിടിച്ച് അടി വയറ്റി ചവിട്ടി എന്തെല്ലാം ചെയ്തെന്നറിയാമോ? അവൻ്റെ ഒരു കുട്ടി വയറ്റി കിടക്കണല്ലേ. ഈ ലോകം മൊത്തം അറിയണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ഉത്തരവാദി ഷാനാണ്, വേറെ ആരുമല്ല, ഷാനാണ്. കാരണം എനിക്കിനി വയ്യ. ഇങ്ങനെ കുടിയും കാര്യമുണ്ടെന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ലോകം മൊത്തം അറിയണം, സോഷ്യൽ മീഡിയ മൊത്തം അറിയണം. പോലീസ് പലതവണ എനിക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അടിക്കരുത്. ഇപ്പം മക്കളെ അടിക്കായി. ഇതുണ്ട് ഈ നോക്ക്, ഈ അടി വയറ്റിൻ്റെ ഇവിടെ ഒരു ചവിട്ടി തന്നു തറയിൽ പിടിച്ച്. മക്കളൊക്കെ എന്താണ് മുഷ്താക്ക് മോനൊക്കെ ഭയങ്കര വിളിയായിരുന്നു ഇവിടെ. മോനെ ഈ മോൻ മാത്രമാണ് സപ്പോർട്ടിന് നിന്നത്. മസറൂറായി വണ്ടിയൊക്കെ എടുത്ത് ഇരപ്പിച്ച് തുമ്മിപ്പിച്ചുകൊണ്ട് പോയി. എന്നെ എത്ര അടി അടിച്ചെന്നറിയാമോ? എൻ്റെ മക്കൾ പിടിച്ച് തള്ളയിട ഇതാ എന്നിട്ട് പോയി. ഇതിനിപ്പോൾ ആര് റിയാക്ഷൻ എടുത്താലും കുഴപ്പമില്ല. ഇതിനൊരു നിയമം ബാധകമായിരിക്കണം. പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ ഞാൻ ഉമ്മേനെ എല്ലാവരും അന്വേഷിച്ചിട്ട് ഞാൻ ഇവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചോളാണ്. ഇനി മക്കളുടെ അവസ്ഥ എൻ്റെ അവസ്ഥ വല്ലാത്തതാണ്. ഞാൻ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ നാളെ എല്ലാം മറക്കില്ലേ എന്നല്ല. ഇങ്ങനെ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റൂല. ഉമ്മച്ചി എന്തൊക്കെ ചെയ്തു മക്കളെ? ഇനി പോവില്ല. ഇനി പോയാൽ എൻ്റെ അന്ത്യമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് കാണിക്കുമ്പോൾ ഈ കൈയുണ്ടകള് ഈ കൈ ചെയ്ത വേലുണ്ട്, ഈ തലേനെവിടെയൊക്കെ എന്നെ അടി വയറൊക്കെ വെപ്രാണം. എന്നിട്ട് ഇരപ്പിച്ച് തുമ്മിപ്പിച്ച് അയൽവാസികളുടെ അടുത്തും പ്രശ്നം ഉണ്ടാക്കി. കണ്ട ആളുകളൊക്കെ ചേർത്ത് പറഞ്ഞ് ഇതെല്ലാവരും അറിയണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇനി മരിച്ചു പോയാലും ഞാൻ അവന്മാരുടെ അടുത്തൊക്കെ അറിയിച്ചിട്ടുണ്ട്, എല്ലാവരും അറിയിച്ച്. ഞാൻ ഇനി മരിച്ചു പോയാലും അതിൻ്റെ അതിൻ്റെ ഉത്തരവാദി ഷാനായിരിക്കും. കാരണം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നില്ല. കാരണം ഈ 1-2 ദിവസമൊന്നും അല്ല എൻ്റെ ഉപദ്രവം. ഇപ്പം മക്കളെ കൂടെയായി അടി വയറ്റിന് ഒരു ഗർഭിണിയായ എത്ര നീചനാവട്ടെ, എത്ര ഇനി കൊള്ളരുതാത്തവരാവട്ടെ, തറയിലിട്ട് വലിച്ചടിച്ച് ഈ മുതുകൊത്തൊക്കെ ചെയ്ത വേലാണ്. തലയിലടിച്ചത് പോട്ടെ, എനിക്കിത് തന്നെ വേണം. പക്ഷെ അവൻ്റെ ഉമ്മയെ എല്ലാവരും കൂടെ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നെ കെട്ടിക്കണത്. എല്ലാവരും ഇതിന് സമാധാനം പറയാൻ വേണം. കാരണം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെജില ഷാൻ എന്നാണ് ഇപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ. പുതിയതല്ല, നെജില എന്നായിരുന്നു, മസ്റൂറ ഫാത്തിമ എന്നായിരുന്നു. അത് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നെജില ഷാൻ എന്നാക്കി. ഇപ്പോൾ അതാണ് ഈ പുള്ളിക്കാരുടെ ചാനലിൻ്റെ പേര്. മസ്റൂറ ഫാത്തിമ മോളുടെ പേരായിരുന്നു, മൂത്ത മോളുടെ പേരായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ 1-ോ 2-മത്തെ കല്യാണമല്ല കേട്ടോ, 4-മത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇട്ട പേരാണ് നെജില ഷാൻ. ആദ്യം തുടക്കത്തിലൊക്കെ ഭയങ്കര സന്തോഷവും ഇതൊക്കെ ആയിരുന്നു, ഡാൻസും കൂത്തും പാട്ടും ഒക്കെ ആയിരുന്നു. ഞാൻ ഡാൻസൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണ് ഫസ്റ്റൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിട്ടുള്ളൊരു ലൈഫായിരുന്നു. ആദ്യം തന്നെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യപാനമുണ്ട്, മദ്യപാനമൊക്കെ ഞാൻ മാറ്റിയെടുത്തു, എൻ്റെയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ആ അനുഭവത്തിൽ നിന്നൊക്കെ ഞാൻ മാറ്റി ഇപ്പോൾ കൊണ്ടുവന്നു, ഞാൻ നല്ലൊരു മനുഷ്യനാക്കി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ കല്യാണമൊക്കെ കഴിച്ചതാണ്. അതുമല്ല, കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് ഇവനെ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ബീൻ ഫാമിലിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇത് തന്നെ ഇവനെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവളുടെ ഉമ്മയും വാപ്പയും ആങ്ങളമാരെല്ലാം ഇവളെ മാറ്റി നിർത്തി. ഇനി ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇവള് നേരത്തെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം എന്താണ് ഇവളുടെ വീട്ടിലോട്ട് വന്നപ്പോൾ ഇവളുടെ അടുത്ത് താമസിക്കുന്ന മാതാപിതാക്കളെല്ലാം ഇവളുടെ ഇത് കാണാൻ വയ്യാതെ, എന്താണ് ഇവളുടെ ഒരു മോൻ ഈ ഇവളുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ അതൊന്നും അവർക്ക് എന്താണ് താങ്ങാൻ കഴിയാതെ ആ കുഞ്ഞിനെ വാശി പിടിച്ച്, എന്തായാലും സ്വന്തം കുഞ്ഞാണല്ലോ, അവർ വിട്ടുകൊടുക്കില്ലായിരുന്നു. പക്ഷെ പിടിച്ചു പിടിയാനെ ആ കുഞ്ഞിനെ കൊണ്ടുവന്നു. കുഞ്ഞിന് ഇപ്പം 3 മക്കളുമായിട്ടാണ് ഇവർ കഴിയുന്നത്. ഇപ്പോൾ 4-മത് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ പുള്ളിക്കാരി അതിലും ഗർഭിണിയാണ്. ഈ 3 മക്കളും ഓരോരുത്തരിലുള്ള മക്കളാണ് കേട്ടോ. അപ്പോൾ ഈ ഇവളെക്കുറിച്ച് അറിയാത്തവരെ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, അതാണ് കുറച്ച് സ്പീഡാക്കി ചുരുക്കി പറഞ്ഞത്.
അപ്പോൾ ഇതാ ഒരു എന്താണ് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് കള്ളുകുടിയാണ്, എനിക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞു, മക്കളെ ഞാൻ വന്നു, എൻ്റെ ഇക്ക വന്നു, എന്താണ് ഇക്ക ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചു മക്കളെ എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ അതും എന്താണ് അങ്ങനെ ഇതായി, അത് ഒരാഴ്ചയോളം അതങ്ങനെ പോയി. എന്തായാലും ബാക്കി ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കഥ പറയാം. എന്തായാലും കണ്ടു നോക്കൂ. ഇത് മൊത്തം കൂടിയാണ്, എന്നിട്ട് വെള്ളം ചേർക്കാതെയാണ് കുടിക്കുന്ന. ഇതിപ്പം അവരുമ്മേനെ എല്ലായിടത്തും ഞാൻ ഇവിടെ വരരുത്, കുടിച്ചോണ്ട് വരരുത് ഇതൊക്കെ. എന്നിട്ട് ഒറ്റ ചാക്ക് ഇവിടെ എവിടെ ഇരിപ്പുണ്ട്, ഒറ്റ ചാക്ക്, 1-2 അല്ല. ഞാൻ വണ്ടി എടുത്തു കൊടുത്ത് ജീവിക്കാൻ നോക്കി. ഇപ്പൊ എന്നെ ഭയങ്കര ഉപദ്രവം, ഫ്രിഡ്ജിന്റെ വണ്ടിയിലടി. അതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ നടക്കൂലേ. എൻ്റെ 4 ഭർത്താവിലും ഷംസ് മാത്രം, റഹീമ് മാത്രമേ ഉള്ളൂ ഒരു ദിവസം കണ്ടേ കുടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതിന് എന്നെ ആരും പറയല്ലേ. കാരണം എന്താ വെച്ചാൽ ഞാൻ ജീവിക്കാൻ വേണ്ടി, ആ വിധം പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ എടുത്തതാണ്. അവൻ രാത്രി മാത്രമേ വന്ന് ഇങ്ങനെ കുടിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഒന്നിനും പറ്റുന്നില്ല, എനിക്ക് എൻ്റെ കാര്യം പോലും പറ്റുന്നില്ല. ഇന്ന് ഞാൻ എണീറ്റിട്ടില്ല. ഞാൻ ഇന്ന് എനിക്ക് BP ലോയാണ്. ഇന്ന് എത്ര ദിവസം കൊണ്ടെന്നറിയാമോ ഞാനിങ്ങനെ കിടക്കുക. ഞാൻ തന്നെയാണ് തലയിലെടുത്ത് വെച്ചത്, ഞാൻ തന്നെയാണ് അനുഭവിക്കുന്നത്. അവൻ്റെ ഭീഷണി കാരണോട് ഞാൻ പലയിൽ വീട് പോയത്. എന്നെ വളയ്ക്കാൻ വേണ്ടി അവൻ പറഞ്ഞ വാക്കാണ്, തോപ്പുംപടി പാലത്തിൻ്റെ വണ്ടേന്ന് ചാടുമെന്ന്. ഒരു ഗർഭിണിയായ അടി വയറ്റി ചവിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും തയ്ക്കുമോ? അറിയാൻ വലിച്ചടച്ച് മക്കൾ ഭയങ്കര വിളിയായിരുന്നു. ആരെങ്കിലും ഞാൻ എന്തെങ്കിലും ഈ കുഞ്ഞിനെന്തെങ്കിലും വയറ്റി കിടക്കണം, കുഞ്ഞിന് സംഭവിച്ചു പോയാൽ വയറ്റി കിടക്കണം, ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നജില എന്ന് പറയുന്ന, ഞാൻ യൂട്യൂബിൻ്റെ പേരൊക്കെ മാറ്റും, നജില എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവില്ല. എൻ്റെ മക്കൾ എൻ്റെ ഉമ്മയും ഉപ്പയും നോക്കണം. അപ്പോൾ കുറേ ബാധ്യതയുണ്ട് അവൻ വന്നതിന് ശേഷം. അത് ഞാൻ തീർത്തോളും. ഞാൻ ഈ നാടും വിട്ട് ഇവിടെ വിട്ട് ഞാൻ പോവും എങ്ങോട്ടെങ്കിലും. യൂട്യൂബ് വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ ഒരു സമാധാനവും ഇല്ല. സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഒരു ലൈഫ് എടുത്തത്. അവൻ വന്ന് കഥവിനൊക്കെ അടിക്കുന്ന അടിയാണ്. ഈ വയറ്റിൽ വളച്ച് കിടത്തിയിട്ട് ഈ മുതുവരിക്കൊക്കെ ഇടിച്ചിക്കണമെന്ന് ആലോചിച്ച് നോക്കിയാണ്. വ്യാഴം ചെയ്യുന്നവരെടുത്തോ, പക്ഷേ കുഴപ്പമില്ല. പക്ഷേ ഇമാതിരി ഈ പ്രവൃത്തി ചെയ്യുന്ന ഒരു പെണ്ണിലൂടെയും ചെയ്യരുത്, ഒരാളൂടെയും ചെയ്യരുത്. കാരണം ഈ കൈയൊക്കെ കണ്ട എന്ത് നീരാണെന്ന് അറിയാമോ? നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ഹോർമോൺ ചേഞ്ചിങ്ങാണ്, നമ്മൾ പല ഡിപ്രഷനിലുമാണ്. ഈ കുഞ്ഞിനെ കിട്ടുമോ എന്ന് വരെ എനിക്കറിയില്ല. അവൻ ഇന്നും ഇന്നലെ ഉപദ്രവം തുടങ്ങിയതല്ല. ഞാൻ അന്ന് എല്ലാവരും അഗ്രിമെൻ്റ് പറഞ്ഞ് എല്ലാം ഇതാക്കി, ഇനി അടിക്കൂല, ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റിയതാണ്. ഞാൻ ഒരുപാട് നന്നാക്കാൻ നോക്കി, ഒരുപാട്. ഇതൊന്നും അല്ല മക്കളെ കുടിക്കുന്നത്. എൻ്റെ പൈസ മൊത്തം കൊണ്ടുപോയി. എൻ്റെ ഗൂഗിൾ പേ കിടക്കുന്ന പൈസ മൊത്തം എടുക്കും, ഞാൻ അറിയാണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ടും എടുക്കും, അറിയാണ്ടും എടുക്കും. കുറേ പോവുക, കള്ളെടുക്കുക, കുടിക്കുക. ഇതൊക്കെ ഒരു കുപ്പീൻ്റെ വില 430 രൂപ, 430 രൂപയാണ്. ഇതാണ് കുടിക്കുന്നത്. അത് 2 ഡസം. ഇവിടെ ബഹളം വയ്ക്കും. ഞാൻ ഇവിടെ ഒന്നും ഇടരുന്ന്, ആരും അറിയണ്ട. ഇതൊക്കെ കാറിൽ നിന്ന് തുള്ളി പറക്കണതാ. നല്ല ആളാണ് ഹസ്ബൻഡ്, നല്ല ആളാണ് എന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഹസ്ബൻഡ് നല്ല ആളാണ്, അവൻ കുടിക്കുമ്പോൾ ഉള്ള ക്രിമിനലിസം എന്ന് പറയണം. അവൻ ഇപ്പോൾ കുടിക്കാതിരിക്കാൻ അവനെ കൊണ്ട് പറ്റൂല. വെള്ളം ചേർക്കാതെയാണ് ഇപ്പോൾ കുടിക്കുന്നത്. എല്ലാവരും അറിഞ്ഞു, പിന്നോട്ട് ജമാഅത്ത് എല്ലാവരും, കുട്ടികളെ കാര്യം ബാക്കി കാര്യം. ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ട് പോവുക. എനിക്ക് വേണ്ട, എനിക്ക് ഈ കുഞ്ഞിനെ എന്നെ കൊണ്ട് പ്രസവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അമ്മാതിരി ചവിട്ടാണ് ഇവിടെ. നിങ്ങൾ നോക്ക്, ഇത്രയാണ് എൻ്റെ വയറ്, കണ്ട, ഇത്രയാണ് എൻ്റെ വയറ്. നോക്ക്, ഇത്രയാണ് ഈ വയറ്. ഈ വയറിൽ ഹാർട്ടൊക്കെ വരുന്ന സമയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. ഒരു കുടിയനും ഒരുത്തൻ്റെ ഭാര്യനെ ആരും അടിക്കില്ല. കൊച്ചുങ്ങളന്ന് ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ പറഞ്ഞേക്കുന്നത് ഇവ എങ്ങനെയാണ്, ഇവൻ്റെ 308 കുറ്റമുള്ളതാണ് എന്ന് ചെയ്യുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലേ, അയൽവാസികളുടെ നെറ്റിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ, എന്തെല്ലാം ചെയ്തെന്നറിയാമോ? അവസാനം എന്നെ മുത്തുമ്പോൾ വിളിച്ച് ഭയങ്കര വിളിയായിരുന്നു. നിങ്ങൾ പറ, ഞാൻ ഈ കുഞ്ഞിന് എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെ, എൻ്റെ വയറിൽ എനിക്കിനി വയ്യാണ്ടാവുമോ ഒന്നും അറിയില്ല. നിങ്ങൾ പറയും, എന്ത് ചെയ്യണം? കള്ളക്കരച്ചില്ല. എപ്പോൾ തുടങ്ങിയ പ്രശ്നമാണെന്ന് അറിയാമോ? പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് വിളിച്ച് എപ്പോൾ തുടങ്ങിയ പ്രശ്നമാണെന്ന് അറിയാമോ? ഈ കൈയൊക്കെ കണ്ട അടുക്കളയൊക്കെ കാണിച്ച പ്രവർത്തി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഈ ഫ്രിഡ്ജിൻ്റെ വെള്ളമൊക്കെ ചെയ്ത വേല ഉണ്ടാ, ഫ്രിഡ്ജൊക്കെ ചെയ്ത വേല ഉണ്ടാ. എന്നിട്ട് ഞാൻ ചപ്പാത്തി ചുടാൻ ഇത് കണ്ട, ഈ ടൈലൊക്കെ ചെയ്ത വേല ഉണ്ടാ. പിന്നെന്തിനത് കണ്ടാ, മുടിയൊക്കെ കണ്ട പുഴുതു വാരിയിട്ടേക്കണത്. ഇതൊക്കെ കണ്ട, കഥവൊക്കെ കണ്ട അടിച്ച് ഇത് കണ്ട കഥവ് കണ്ട. അപ്പോഴേ ഇതിനൊരു സൊല്യൂഷൻ വേണം. ഇങ്ങനെ നാളിക്കടാ ഈ കൊടുവാള്, അതുകൊണ്ട് ആ കുപ്പി പറക്കണ്ടേ. ഇത് കണ്ട, ഈ കൊടുവാളും കൊണ്ടാണ് വെട്ടാൻ നിന്നത്. ഈ കൊടുവാളും കൊണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞതാണ് കേട്ടോ, ഇവനെ കല്യാണം കഴിക്കരുത്. എന്തോ 1-2 കല്യാണം
ഇവളുടെ മദ്യപാനത്തിൻ്റെ പേരിൽ തന്നെ തകർന്നതാണ്. എന്നിട്ടും ഇവൻ മദ്യപാനിയാണ് എന്ന് അറിഞ്ഞിട്ടാണ് ഇവള് ഈ ഇതിലും കൊണ്ടുപോയി തല വെച്ച് കൊടുത്തത്. ഞാൻ ഒന്ന് പറയാം, ഓരോരുത്തർക്കും 1ഉം 2ഉം തവണ അബദ്ധം പറ്റും. ഇത് 3ഉം 4ഉം തവണ അബദ്ധം പറ്റുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ഇവൾക്ക് ആ 3 ബന്ധത്തിലും 3 മക്കളുണ്ട്. ആ 3 മക്കളെയും കൊണ്ട് ഇവൾക്ക് നന്നായിട്ട് ജീവിച്ചാൽ പോരെ? അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്ന തരത്തിൽ നല്ലൊരു ബന്ധം തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു. ഇവൻ കള്ളുകുടിയനാണെന്നും ഇവൻ ഭാര്യ ഉപദ്രവിക്കുന്നവനാണെന്നുള്ളതൊക്കെ ഇവൾക്ക് അറിയാം. ഇവളെ നേരത്തെ തന്നെ നല്ലതായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവള് ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇവൻ ഉപദ്രവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവള് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് സത്യങ്ങൾ തുറന്ന് പറയുന്നത്. ഇവൾ ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവൻ കുടിച്ചു വരുന്ന സമയത്ത് ഇവനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് എന്താ പറയുക, ആ 3 മക്കൾ വേറെ ഒരുത്തന്മാരുടെ മക്കളാണ്. ആ മക്കളാണ് ഇവൻ്റെ കൂടെയും ഇവളുടെ കൂടെ ഇരിക്കുന്നത്. ഇവള് ശരി സ്വന്തം ഉമ്മയാണ്, പക്ഷെ അവൻ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ലെക്കും ലെവലും ഇല്ലാതെയാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അവൾ തന്നെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഉപദ്രവങ്ങളും കാര്യങ്ങളും. അവൾ ഗർഭിണിയായിട്ട് പോലും അവളെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽമെറ്റ് കൊണ്ടൊക്കെ തലയ്ക്കടിക്കും. ഒരിക്കൽ ഇവള് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവൻ തലയ്ക്കടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ബീൻ ഫാമിലി അപ്പോഴും പറഞ്ഞു ഇവൻ ബൈക്കിൽ നിന്നൊന്നും വീണതായിരിക്കില്ല, ഇവളെ ഉപദ്രവിച്ചതായിരിക്കും. ബീൻ ഫാമിലി എപ്പോഴും പറയാറുണ്ട് ഇവൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് അപകടത്തിലാണെന്ന് ആ പുള്ളിക്കാരി എപ്പോഴും പറയുന്നുണ്ട്. ആ സമയത്തെല്ലാം ഇവള് ബീൻ ഫാമിലിയെയും അതുപോലെ ഇവളെ ആരാണോ കുറ്റം പറയുന്ന വീഡിയോ ഇടുന്നത് അവരെയെല്ലാം തെറി വിളിക്കുക. അതുപോലെ കമൻ്റ് ഇടുന്നവരെയൊക്കെ ഓരോ തെറിയാണ് വിളിക്കുന്നത്. 2 പേരും ഇപ്പോൾ തലേ ദിവസം ഭയങ്കര കള്ളു കുടിച്ചൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ആയി, അതെല്ലാം ഇതായി അടിയും പിടിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യും. പിന്നെ പിറ്റത്തെ ദിവസം വന്നിട്ട് പുള്ളിക്കാരി എല്ലാം നിന്നു മക്കളെ, ഇനി ഞങ്ങൾ നന്നായി സന്തോഷത്തോട് കൂടി പോകണം, നെല്ലിക്ക പറഞ്ഞിട്ട് പറയും. അതിന് കമൻറ്റിൽ ആൾക്കാർ കളിയാക്കുന്നത് അല്ലിക്ക എന്ന് വിളിച്ച് കുറേ പ്രാവശ്യം പറയും. അതിനെ അല്ലിക്കയല്ല നെല്ലിക്ക എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കളിയാക്കലുണ്ട്. ഞാൻ ഇതാവുമല്ല, പക്ഷേ ഇവളുടെ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഭയങ്കര മക്കൾ 3 മക്കളുണ്ട്. ഒരു പെൺകുട്ടിയുണ്ട്, കുറച്ച് മുതിർന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടി കള്ളും കുടിച്ച് വന്ന് ഇവൻ ഇവളെ തള്ളിയിട്ട് ആ കുഞ്ഞിനെ റൂമിലേക്ക് തള്ളിക്കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്താൽ തന്നെ ആര് പറയും? ഇവളുടെ കൂടെ ഇവളുടെ മാതാപിതാക്കളില്ല, ആങ്ങളമാരില്ല, വാപ്പയില്ല, ആരും ഇല്ല, ഉമ്മയും വാപ്പയും ആരും ഇവളുടെ കൂടെ ഇല്ല. ഇവളുടെ ഈ പ്രവൃത്തി കാരണം അവരെല്ലാം വീട് ഉപേക്ഷിച്ച് പോയവരാണ്. അപ്പം എന്നിട്ടും ഇവളിൻ്റെ അഹങ്കാരം, ഇവള് വന്നിട്ട് വലിയ തരത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഇതുമില്ല, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്, ഡാൻസാണ്, ഈ കണ്ണുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചിട്ടുള്ള ഡാൻസൊക്കെ കാണിക്കും. അപ്പം ഈ കാര്യങ്ങൾ പറയുന്നവർക്ക് ഇവള് ഭയങ്കരമായിട്ട്, ഇവളും ഇവളുടെ ഭർത്താവും ചേർന്ന് ഭയങ്കരമായിട്ട് തെറി വിളിക്കും. അതുപോലെ ബീൻ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീനെയൊക്കെ എന്തെല്ലാം തെറിയാണ് അറിയോ വിളിക്കുന്നത്. അവളുടെ ഭർത്താവിന് വയ്യാതിരിക്കുന്ന ആ ഭർത്താവിനെയും മക്കളെയും എല്ലാം ഇവള് തെറി വിളിക്കാറുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഒരു പ്രശ്നം ആകുന്ന സമയത്ത് വന്നിട്ട് കരഞ്ഞു മെഴുകി അവരെ അവർ പറഞ്ഞത് ശരിയായിരുന്നു, എനിക്ക് മനസ്സിലാക്കാൻ നല്ലോണം വൈകിപ്പോയി. ഇപ്പോൾ ഇതിലും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച മുന്നേ പുള്ളിക്കാരി ഗർഭിണിയായി. അതിലും ഒരു കുഞ്ഞുണ്ട്. ഇപ്പോൾ അവൻ വന്നാൽ കേട്ടില്ല, നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ പറ. അപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എന്ത് സൊല്യൂഷൻ പറയാനാണ്, നീയല്ലേ വിളിച്ച് കയറ്റിയത്, നീ തന്നെ ഇതിന് സൊല്യൂഷൻ കാണുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇത് ഇവളുടെ നാശത്തിന് തന്നെയാണ്, ഈ കുഞ്ഞിന്. എന്നിട്ട് ആളുകൾ പറയുന്നുണ്ട്, ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ അടക്കം അബോർട്ട് നീ അവൻ്റെ കുഞ്ഞിനെ നിനക്ക് പ്രസവിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. ജുമൈല എന്ന് പറയുന്ന ഇവൻ്റെ ഷാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫസ്റ്റത്തെ ഭാര്യ വയ്യാതെ കിടന്നതും ഇവൻ്റെ ഉപദ്രവം കൊണ്ട് തന്നെയാണ്. അവൾക്കന്ന് സ്ട്രോക്ക് വന്നതാണെന്നാണ് പറയുന്നത്. അതിപ്പോഴാണ് ഇവൾക്ക് മനസ്സിലായത്. അവൾ ഉപദ്രവിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവള് ആ വയ്യാതെ കിടക്കുന്ന ജുമൈലയെ അടക്കം, ജുമൈല സ്നേഹം കൊടുക്കാതെയാണ് ഷാൻ ഇങ്ങനെ ആയിപ്പോയത്. നീ സ്നേഹം വാരിക്കോരി കൊടുത്തു, എന്നിട്ട് എന്തുണ്ടായി? ആ ഒരു ഇതിൽ ഒരു ഇതുമില്ല. കാർ എടുത്തു കൊടുത്തു, ബൈക്ക് എടുത്തു കൊടുത്തു, പിന്നെ മീൻ കച്ചവടത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു. ശരിയാണ്, നമ്മൾ നന്നാവുമായിരിക്കും എന്നുള്ള രീതിക്കാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പക്ഷേ കള്ളുകുടിയന്മാർ കുടിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് അതിന്നൊരു മോചനമില്ല. പിന്നെ അവർക്ക് സ്വയം തോന്നി തിരിച്ചു വരണം, അല്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ നെജില എന്ന് പറയുന്ന വ്യക്തിക്കും. ഇവൻ കുടികാരനാണ് എന്ന് അറിഞ്ഞിട്ടും ഇവളെടുത്ത് തല വെച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. കാരണം എന്ന് വെച്ചാൽ ഇന്നും തന്നെ തുടങ്ങിയതല്ല, അവരൊരു ധാരണയുണ്ട്, ഉമ്മേനെ എല്ലാവരും ഉപേക്ഷിച്ചല്ലോ, ഇനി ആരും ഇല്ലല്ലോ, ഇവളെ മക്കളെ എന്ത് ചെയ്യാം എന്നൊരു തോന്നലാണ്. പിന്നെ കരയല്ലേ നെജില, എൻ്റെ ഭർത്താവ് കുടിയേറുന്നത്, മക്കളെ ഉപേക്ഷിച്ചു, അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഈ നാട് വിട്ട് പോയാലേ എനിക്ക് സമാധാനം ഉണ്ടാവും. ഈ നാട് വിട്ട് ഇവിടെ നിന്ന് പോകണം. പറ്റുമെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ടാന്ന് വയ്ക്കും. നാളെ പറയും എൻ്റെ വയക്കം, ഇത് അങ്ങനത്തെ പ്രശ്നമല്ല, ഞാൻ ഒരുപാട് സമാധാനം കണ്ടെത്താൻ നോക്കി, ഇപ്പം എൻ്റെ മക്കളെയും തുടങ്ങി.
ഇന്നെൻ്റെ അടിവയറ്റിലും ഇതുവരെ ആ വേദന മാറിയിട്ടില്ല. അവൻ ഇവിടെ പോയി കുടിച്ച് മൂക്കറ്റം കുടിച്ച് കാലമണി സിനിമയിലൊക്കെ തൊടാതെ നിൽക്കൂലേ, അതുപോലെയാണ്. ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ മദ്യപാനം മാറുമല്ലോ, ഈ മക്കളെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ കുടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇവൻ കുടിച്ചിട്ടാണ് വരണത്. പിന്നെ ഗൂഗിൾ പേ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അറിയണത് ഈ ഡൈൻ ബാർ എന്ന് പറയുന്ന ഒരു ബാറുണ്ട്, അവിടെ അതൊന്നും കുടിച്ചാൽ അത്ര വീതിയില്ല. ഇത് വെള്ളം ചേർക്കാതെ ഈ ലോക്കൽ സാധനം മേടിച്ച് കുടിക്കും. എനിക്കറിയില്ല മക്കളെ മദ്യപാനം. ഞാൻ വന്നിട്ട് നമ്മുടെ അടുത്തൊന്നും ഒരുപാട് നേരം നിൽക്കില്ലല്ലോ. വീട് ഇവിടെ കിടക്കട്ടെ, വല്ലപ്പോഴാ വന്ന് തൂത്തുവാരിയിടാം. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം, അല്ലെങ്കിൽ എൻ്റെ മക്കളെ വന്നിട്ട് ഉപദ്രവിക്കും. അപ്പം ഞാൻ പോട്ടെ. കഞ്ചാവടിച്ചാലെന്നല്ല, ഇവന് ഷുഗറൊക്കെ കൂടി കാലൊക്കെ എന്താണ് ഭയങ്കര കോച്ചിപ്പിടുത്തതൊക്കെയാണ്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കിതൊന്നും ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നജിയെ ഞാൻ എന്താണ് മദ്യപാനം ഒഴിവാക്കാം. എൻ്റെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞതാണ് മദ്യപാനം ഒഴിവാക്കാം, രാത്രി മാത്രമേ 2 ഗ്ലാസ് കുടിക്കുകയുള്ളൂ. പക്ഷേ ഈ ലൈവ് ഞാൻ ഇന്ന് ഇടുന്നത് ചിലപ്പോൾ എൻ്റെ അവസാനത്തെ ലൈവായിരിക്കും. അവസാനത്തെ ലൈവായിരിക്കും. ഈ വയറിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടായാൽ ഞാൻ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത് അവസാനത്തെ വാക്കാണ്, അവസാനത്തെ വാക്കാണ്. മക്കളും നോക്കിയോളൂ. എനിക്ക് കുറച്ച് ബാധ്യതയുണ്ട്. വണ്ടി എടുത്തതിൻ്റെയൊക്കെ പേരിൽ ആരും പൈസ ഇറന്നിട്ടൊന്നുമല്ല വണ്ടി എടുത്തത്. എൻ്റെ സ്വർണ്ണ പണയം വെച്ചാണ് വണ്ടി എടുത്തത്, അത് നിങ്ങൾ അറിയണം. ചിലപ്പോൾ എൻ്റെ അവസാനത്തെ ലൈവായിരിക്കും. എനിക്ക് മയ്യെന്ന് പറഞ്ഞിട്ട് ശരീരമൊക്കെ ഒരു വെപ്രാളമാണ്, അടിവയറൊക്കെ ഒരു വേദനയാണ്. അപ്പം 2 പേരെടുത്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ലൈവിട്, ലോകം അറിയണം. കാരണം ഞാൻ ഇനി ഇത് മറച്ചു വെച്ചാൽ ഇതൊന്നും നല്ല എല്ലാവർക്കും ഇല്ലേ അവരോരോ അവയവങ്ങൾ നോക്കുമ്പോൾ ഇവൻ ചെയ്ത പ്രവൃത്തി കണ്ടോ. എനിക്ക് ഒരു പ്രസവത്തിന് ഒരു പൈസയും വേണ്ട. ഞാൻ എല്ലാ മക്കളെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. പൈസേൻ്റെ ആവശ്യമില്ല. എനിക്ക് 14,000 രൂപ ഉണ്ടെങ്കിൽ പ്രസവിച്ചിട്ട് ധൈര്യമായിട്ട് ഇറങ്ങി വരാം. എനിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. എൻ്റെ മക്കളെ പഴയ ടവലുകളെല്ലാം ഇരിപ്പുണ്ട്, എൻ്റെ മക്കളെ പഴയ ഡ്രസ്സുകളെല്ലാം ഇരിപ്പുണ്ട്. എനിക്ക് കുഞ്ഞെന്തെൻ്റെ വയറ്റ് ജനിച്ചു അന്ന് തൊട്ട് എനിക്ക് ദുഃഖമാണ്. ഒരു കുടിയനായ ഒരാളെ കൂടെ ജീവിക്കുമ്പോൾ ഉള്ള ഒരവസ്ഥ, അത് നീ മാന്യമായിട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുടിച്ച് കുറച്ച് കൊണ്ടൊന്ന് നിർത്ത് എന്ന്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഇന്ന് രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. ജോലി ചെയ്യാൻ വയ്യ, ഒന്ന് പൈസ ഉണ്ടാക്കാൻ വയ്യ. ഇപ്പം ആയപ്പോഴത്തേക്ക് ആരും ഇല്ലല്ലോ ഒരു ഏളുതം കുട്ടികളെ എന്നെ ചുമ്മാ ഉപദ്രവിക്കാം. എനിക്ക് ആരും സഹായിക്കേണ്ട. എനിക്കിപ്പോൾ ഈ കമ്മൽ കൊണ്ടു ചെന്ന് പണയം വെച്ചാലും എൻ്റെ പ്രസവത്തിന് നോക്കാവുന്നേ ഉള്ളൂ. എനിക്ക് ആരും വേണ്ട. എൻ്റെ മോള് നിൽക്കും ഹോസ്പിറ്റലിൽ, നേഴ്സുമാർ നിൽക്കും. പക്ഷേ എൻ്റെ ശരീരം ഇനി എനിക്കിനി വേദന സഹിക്കാൻ വയ്യ. ഒരാളെ കണ്ട കൈ ഉണ്ടാച്ചേക്കുന്ന ഒരാളെ കണ്ട. ഇവർ 2 പേരോടെ എനിക്ക് എപ്പോഴും സപ്പോർട്ട്. നാളെ ഇനിയിപ്പോൾ ജമാഅത്തിൽ നിന്നൊക്കെ വരും മക്കളുടെ മുന്നിൽക്കാരെ. കേസ് പള്ളിക്ക് സ്റ്റേഷനിൽ കൊടുക്കും. അപ്പുറത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അവർ എന്തോ അവരെ ചേർത്ത് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ഇടപെടട്ടെ. പാർട്ടിക്കാരെയൊക്കെ നാളെ ഇടപെടുത്തണം, പാർട്ടിക്കാരുടെ അടുത്തൊക്കെ പറയണം. കാരണം ഇനി മുന്നോട്ടൊരു ജീവിതം പറ്റില്ല. കാരണം എനിക്ക് ജീവിക്കാൻ പറ്റൂല. നോക്കിയാണ് പറയണത്. വരും കൊല്ലോന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. കൊല്ലോന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. പാവയെ വെച്ച് ഡാൻസ് കളിക്കുന്നത്, അത് പാവയെ വെച്ച് ഡാൻസ് കളിക്കുന്നത് ഒരാൾക്കൊരു മറുപടി കൊടുത്തതാണ്. കാരണം ഞാൻ 7-ാം മാസത്തിൽ പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പെൺകുഞ്ഞിനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ മസ്റൂറ മോളെ അയാൾ മോശം രീതിയിൽ എന്തെങ്കിലും ചെയ്ത് ഉപദ്രവിച്ചു പോലെ കൊണ്ടു കിടക്കുന്ന വീടാണ്, പൊന്നുപോലെ. പക്ഷേ റൂമൊന്നും ഒരു കംപ്ലൈൻറ്റ് വരുത്തിയിട്ടില്ല. ഇതുണ്ടോ ഈ ടൈല് മാറണം, അതൊക്കെ ഞാൻ മാറിക്കോളും. ഇത് വെട്ടിപ്പൊട്ടിച്ചതാണ്. ഈ കിച്ചൺ സെറ്റ് ഉണ്ടോ, ഇത് വെട്ടിപ്പൊട്ടിച്ച് പിച്ചാത്തി കുറേ സ്പൂണുകൾ. ഞാൻ എന്താണ് ഈ കതവ് വേണ്ട, ഇതെനിക്ക് സംഭാവന കിട്ടിയ കതവാണ്. ഈ കതവ് ചെയ്ത വില ഉണ്ടോ, അതൊക്കെ മാറാം ഇൻഷാ അല്ലാഹ്. കതവൊക്കെ മാറാം, പഴയ കതവാണ്, കതവൊക്കെ മാറാം. പിന്നെ ഇന്നലെ ഈ കൊടുവാൾ കണ്ട, ഈ കൊടുവാളിനാണ് വെട്ടാൻ നിന്നത്. ഈ കൊടുവാളെടുത്ത് ഞാൻ വെളിയിലിറങ്ങിയപ്പം ചപ്പാത്തി പ്രസ് ഉണ്ടല്ലേ, നമ്മൾ ഇരുമ്പിൻ്റെ മറ്റേ പരത്തുന്ന ചപ്പാത്തി പ്രസ്, അതുകൊണ്ട് നിൽക്കുന്നു കുഞ്ഞിനെ അടിക്കും. മുസ്താഖ് മോൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ തീരുമാനം അതാ ഇവിടെ ഇട്ടാണ് അടിച്ചത്. ഈ വരിപ്പിലൊക്കെ പിടിച്ച് എന്തിടി ഇടിച്ചെന്നാൽ തലയും കഴിയും. എന്നിട്ട് ചോദിക്കണം മക്കളെടുത്ത്, ഉമ്മച്ചി ഞാൻ എപ്പോഴും അടിച്ച്.
അപ്പോൾ അവൻ ചെയ്തു വെച്ച ഇതൊക്കെയാണ്, ഉപദ്രവമൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. വാതിൽ തല്ലി പൊളിക്കും, അതുപോലെ അടുക്കള എന്താണ് എല്ലാവരുടെ അടുത്തുനിന്നും സഹായം ചോദിച്ച് കിട്ടിയ ഒരു വീടാണ്. ആ ഒരു വീട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയേണ്ടതിന് പകരമാണ് ഇവള് വേറൊരു വയ്യാവേലി എടുത്ത് തലയിൽ വെച്ചതും ഈ കണ്ട ഇതൊക്കെ അനുഭവിക്കേണ്ടി ഇവൾക്ക് വന്നതും. അപ്പോൾ എന്താണ് ഇവള് തന്നെ എടുത്ത് വെച്ചതാണ്. അവൾ തന്നെ സ്വയം ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇനിയും ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട്, ഇനിയും അവൻ വന്ന് ഞാനിനി കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൈയും കാലും പിടിച്ചു കഴിഞ്ഞാൽ ഇവള് സ്വീകരിക്കുമെന്ന് ആളുകൾ പറയുന്നുണ്ട്. എന്താ ചോദിച്ചാൽ ഇവൾക്ക് വേറെ നിവർത്തിയില്ല, സ്വീകരിച്ചേ പറ്റുള്ളൂ. കല്യാണം കഴിച്ചു, 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4ാമത്തെ കല്യാണമാണ്. വീട്ടുകാരും ഇല്ല, പിന്നെ ഇവനെ സ്വീകരിക്കാതെ വേറെ വഴിയില്ല. ഇനിയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവൾക്കൊന്നില്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ ഇവളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ കേസും വഴക്കൊക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ എത്രമാത്രം ഇതുണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഇവൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് കണ്ണീര് കൊണ്ട് വന്നിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നെജില 3 മക്കളുണ്ട്. ആ 3 മക്കളെ നോക്കിയിട്ട് നന്നായിട്ട് ജീവിക്കേണ്ടതിന് പകരം ഈ വയ്യാവേലി എടുത്ത് വെക്കുന്ന സമയത്ത് നീ കുറേ തവണ ചിന്തിക്കണമായിരുന്നു. 1ഉം 2ഉം തവണയല്ല നിനക്ക് അബദ്ധങ്ങൾ പറ്റിയത്, 3 തവണ അബദ്ധം പറ്റിയതിന് ശേഷമാണ് 4ാമതൊരു ബന്ധം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരു ബന്ധവും ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നെജിലാൻ്റെ കയ്യിലും ഒരുപാട് തെറ്റുകൾ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുള്ളൂ. അല്ലാതെ ഒരാളെ മാത്രം, വരുന്ന ആണുങ്ങളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് അവൻ കുടികാരനാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവൾ കല്യാണം കഴിച്ചതും ഇങ്ങനെയുള്ള ഒരു അബദ്ധം ഇവൾക്ക് വന്ന് ചേർന്നതും. എന്ത് തന്നെയാണെങ്കിലും ഇതിനുള്ള പൂർണ്ണ ഉത്തരവാദി ഇവളുടെ വീട്ടുകാരോ ഇവളുടെ നാട്ടുകാരോ ഇവളുടെ ബന്ധുക്കാരോ ആരുമല്ല, ഇവള് തന്നെയാണ്. അപ്പോൾ അനുഭവിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അന്ന് വന്ന് ഭയങ്കര ഡയലോഗടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ പെണ്ണാണ്, എൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊങ്ങച്ചും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു. ഇവർ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവളുടെ ഈ മുഖം എല്ലാം മാറും. ഇവള് എന്താ പറയുക, ഭയങ്കര ഇതാണ്, ആക്ടിങ് ആണ്, ഡാൻസ് ആവും, പിന്നെ ഇവളുടെ ഫേസേ മാറും. അഹങ്കാരത്തിൻ്റെ ഒരു ഇതാണ് ഇവൾക്ക് വരുന്നത്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കള്ളും കുടിച്ച് 4 അടി അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവൾക്ക് വേറൊരു രൂപം. അങ്ങനെ 2 മുഖമാണ്. എന്താ അന്യനിലെ ആ ഒരു ഇതില്ല, അതുപോലെയാണ് ഇവളുടെ ഒരു ഇത്. എന്താണെങ്കിലും ആ മക്കളെ ഓർത്ത് ഇനി അവനെ സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിനക്ക് മരണം, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കും. ഒന്നില്ലെങ്കിൽ നിൻ്റെ ഉമ്മാനും വാപ്പനെയൊക്കെ കണ്ടിട്ട് അവരോട് പൊരുത്തം തേടി അവരുടെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഈ 4ാമത്തെ കുഞ്ഞിനെയും ഇനി നോക്കേണ്ട ഗതികേടിനെ കുറിച്ചും ഒന്നും കൂടെ ചിന്തിച്ച് നോക്കുക. ആളുകൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അബോർഷൻ ചെയ്തോടെ എന്തിനാണ് അവൻ്റെ കുഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഒരു കുഞ്ഞിതായി കഴിഞ്ഞാൽ അത് അബോർഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അപ്പം അതൊക്കെ ചിന്തിക്കണമായിരുന്നു. ഇവൻ ഇങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ടിപ്പം എന്താണ് ഗർഭധാരണം നിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൾ ഈ ഒരു പടുകുഴിയിൽ കയറരുതായിരുന്നു. കുറച്ചും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണമായിരുന്നു ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ. ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയിട്ട് സംഭവിച്ച ഒരു ഇതാണ് ഇത്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തനിക്ക് ഉള്ളത് തനിക്ക് തന്നെ കിട്ടും. നീ അത്രത്തോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.